എഴുത്തുകാരും സാങ്കേതിക പ്രവർത്തകരുമാണ് തന്നെ നടനാക്കി വളർത്തിയതെന്ന് മോഹൻലാൽ. പി.വി. സാമി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പി.വി. സാമി സ്മാരക ഇൻഡസ്ട്രിയൽ സോഷ്യോ കൾച്ചറൽ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എം.ടി. വാസുദേവൻ നായർ പുരസ്കാരം നൽകി. കോഴിക്കോട്ടൊരുക്കിയ പ്രൗഢമായ വേദിയിൽ പി.വി. സാമി സ്മാരക പുരസ്കാരം നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങി. 4.5 പതിറ്റാണ്ട് മുൻപേ സുഹൃത്തുക്കളാണ് തന്നെ പിടിച്ച് ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ നിർത്തിയത്. അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ തന്നിലെ നടനെ കണ്ടെത്തുകയായിരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. എത്ര കാലം അഭിനയത്തിൽ തുടരുമെന്ന് പലരും ചോദിക്കാറുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയിലൂടെയല്ല തൻ്റെ അഭിനയവും ജീവിതവും മുന്നോട്ട് പോകുന്നതെന്നും കാലവും തന്നെ സ്നേഹിക്കുന്ന ജനങ്ങളും കൂടെ നിൽക്കുന്നിടത്തോളം കാലം താൻ തുടരുമെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഞാൻ എന്ന് വിളിച്ചിരുന്ന PVജിയുടെ സ്നേഹം ഈ പുരസ്കാരത്തിൽ പുനർനിർമ്മിക്കുന്നു എന്നതാണ്. അദ്ദേഹം നിർമ്മിച്ച അഹിംസ എൻ്റെ 10ാമത്തെ സിനിമയായി. ഞാൻ ഈ നിൽക്കുന്ന ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഈ മണ്ണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശം കേട്ടതാണ് എന്നത് സന്തോഷപ്പെട്ടതിൻ്റെ അഭിമാനം. ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ 2ാം വീടായി കെട്ടുന്ന കോഴിക്കോട്ട് വെച്ചാണ്. ഈ ആഹ്ലാദങ്ങളെല്ലാം ഞാൻ മുന്നുമായി കൊണ്ടുവരികയാണ്. പി.വി. സാമി മെമ്മോറിയൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി P.V. ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. എം.ടി. വാസുദേവൻ നായർ മോഹൻലാലിന് പുരസ്കാരം സമർപ്പിച്ചു. മേയർ ബീന ഫിലിപ്പ് മോഹൻലാലിന് പ്രശസ്തി പത്രം സമർപ്പിച്ചു. M.K. രാഘവൻ MP പൊന്നാടയണിയിച്ച് ആദരിച്ചു. P.V. ഗംഗാധരന്റെ മക്കളും ചലച്ചിത്ര നിർമ്മാതാക്കളുമായ ഷഗ്ന, ഷർഗ എന്നിവർ ഹാരമണിയിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാട്, എളമരം കരീം MP, M.K. മുനീർ MLA, BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം TV. ബാലൻ, മോഹൻലാൽ അംഗമായ മദ്രാസ് റെജിമെന്റ് 122 ഇൻഫൻട്രി ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസർ നവീൻ ബൻജിത്ത്, P.V. നിധീഷ്, മലബാർ ചേംബർ പ്രസിഡന്റ് M.A. മെഹബൂബ്, ഡോക്ടർ ജയകിഷൻ ജയരാജ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും.